സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമൃത ശ്യാമയോട് പറയണേ, ഇത്ര നാൾ ഞാൻ എന്തൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നതെന്നറിയോ? ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ ശ്യാമയ്ക്ക് മനസ്സമാധാനം കൊടുക്കണമെന്ന്, മനസ്സിന് സന്തോഷം കൊടുക്കണമെന്ന്. ശ്യാമേ, ഞാൻ എല്ലായ്പ്പോഴും നിൻ്റെ ഒപ്പം നടന്നത് ഒരു സെലിബ്രിറ്റിയായ ആളുടെ നിഴലായി കൂടെ നടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. നീ പറഞ്ഞില്ലേ, ഒരു സഹോദരിയായും അമ്മയായും കൃത്യമായ ഉപദേശങ്ങളൊക്കെ തന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായതെന്ന്. അത് നീ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതുകൊണ്ടാണ്. എൻ്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് നീ ചിന്തിക്കുന്നതിലും അപ്പുറം ശ്യാമേ. നീ എപ്പോഴും എൻ്റെ അനിയത്തിയായിട്ട് എൻ്റെ കൂടെ തന്നെ വേണം. ഇതുവരെ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ എതിർക്കുവാണ് ശ്യാമേ. നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. നീ ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടാകണം. ഒന്നും നഷ്ടപ്പെട്ടില്ല ശ്യാമേ. അങ്ങനെ പറയുവാണ്. അന്നേരം അമ്പതിയോട് പറയണേ, ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത്? അതിന് ഇന്നത്തെ ദിവസത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോലെ ഒരു സാധാരണ ദിവസം. പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് അതിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കാരണം ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഏട്ടത്തി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. എന്നാണെങ്കിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഒരിക്കൽ ഞാൻ മരിച്ചു പോകുവാണെങ്കിൽ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഏട്ടത്തിയും എൻ്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാകും. ഞാൻ ഓർത്ത് വേദനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഏട്ടത്തിയും ഉണ്ടാകും ആ സമയം. ഇപ്പോൾ ഈ യാത്ര അത് ഞാൻ ഏട്ടത്തിയോട് പറയാതെ പോകുന്നത് കാരണം ഏട്ടത്തിക്ക് അങ്ങനെ തോന്നുന്നത്. പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. ഏട്ടത്തി എൻ്റെ കൂടെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതാ. ഈ യാത്രയ്ക്ക് ഞാൻ തനിയാ മതി. ഏട്ടത്തി എന്നെ തടയരുത്. എനിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഏട്ടത്തി ഒന്ന് മാറിക്കേ. അങ്ങനെ പറഞ്ഞ് അലമാരിൻ്റെ അവിടെ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്ടോ ശ്യാമ. ഈ സമയം അമൃത പെട്ടെന്ന് എന്തോ കാര്യം ഓർത്ത് റൂമിൽ നിന്നും വേഗം തന്നെ പോകുവാണ്. അന്നേരം ശ്യാമ അമൃത പോയ തക്കത്തിന് വേഗം തന്നെ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ് കേട്ടോ. ഇതേസമയം അമൃതയാണെങ്കിൽ റൂമിൽ പോയി ഫോൺ എടുത്ത് വരുണിൻ്റെ അധികം വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. ഇതേസമയം തന്നെ വരുണിൻ്റെ അധികം അവിടെ റെഡിയായി നിൽക്കുവാണല്ലോ. അന്നേരം രാധിക പറയുന്നുണ്ട്, അതെ വരുൺ, ക്ഷേത്രത്തിലേക്ക് വരാൻ അമ്മയെ വിളിച്ച് പറയണ്ടേ? പറയണം, താൻ തന്നെ വിളിച്ച് പറ. അങ്ങനെ രാധിക ഫോൺ എടുത്ത് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ കോൾ ചെയ്യുമ്പോഴേക്കും ഫോണിൽ കിട്ടുന്നില്ല. വരുൺ, അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ഒരു കാര്യം ചെയ്യും, അമൃത മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. മാഡത്തിൻ്റെ ഫോണിൽ കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ രാധിക അമൃതയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം വേഗം തന്നെ കോൾ കാണുന്നതും അമൃത വേഗം ഫോൺ എടുക്കുക. മോളെ രാധികയെ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. വരണില്ലേ മോളെ? അടുത്ത് ഉണ്ടല്ലോ. മോള് വരണമെന്ന് ഫോൺ കൊടുക്കുക. ഞാൻ കൊടുക്കാം. ഇതാ വരുൺ. അന്നേരം വരുൺ ഫോൺ സ്പീക്കറിലിടുക. പറഞ്ഞു മാഡം. വരുൺ, ഇവിടെ ശ്യാമയുടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു ചേഞ്ചൊക്കെ, ആകെ ഒരു മാറ്റം പോലെ. എന്തൊരു കാര്യം മനസ്സിൽ ചെയ്തുറപ്പിക്കാൻ തീരുമാനിച്ചതുപോലെ തന്നെ എനിക്ക് ശ്യാമയുടെ പെരുമാറ്റവും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് വല്ലാതെ ഭയം തോന്നുക. ഇന്നലെ രാധിക മോള് ശ്യാമയെ നിഷേധിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ശ്യാമ ആകെ വല്ലാണ്ടായിരുന്നു. അന്നേരം തൊട്ട് അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിലിരുന്ന് കരച്ചിലായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞ് രാത്രി കുറേ നേരം ഇരുട്ടി വക്കീലിനെ വിളിച്ചു വരുത്തിയിരുന്നു ശ്യാമയുടെ വിൽപ്പത്രം തയ്യാറാക്കാൻ. അതിൽ വക്കീൽ പറഞ്ഞ സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുത്ത് അതിനുശേഷമേ ആ വിൽപ്പത്രം എൻ്റെ കയ്യിലേൽപ്പിച്ചു. മാത്രമല്ല ഇന്ന് രാവിലെ എണീറ്റ് മോൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു സ്വർണത്തിൻ്റെ പെട്ടിയും എൻ്റെ കയ്യിലേൽപ്പിച്ചു. എന്തോ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് എങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്ന പോലെ എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുവാ മോനെ. രാധിക ശ്യാമയെ അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശ്യാമ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനെ പറ്റി പോലും ചിന്തിക്കില്ല. എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്നുള്ള ഭയമുണ്ട് എനിക്ക്. അന്നേരം രാധിക പറയണേ, അയ്യോ അമൃത മാഡം, സത്യം പറഞ്ഞാൽ അമ്മയോട് ഞാൻ ഇന്നലത്തെ ആ ദേഷ്യത്തിൽ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞുന്നുണ്ട്. പക്ഷേ വീട്ടിൽ വന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഞാൻ അങ്ങനെയൊന്നും അമ്മയോട് പറയാൻ പാടില്ലായിരുന്നു. ചെയ്തത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അമ്മയെ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നും അമ്മയുടെ മകളായി ജനിച്ചത് എൻ്റെ വലിയ ഭാഗ്യമാണെന്നും അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണമെന്നും എൻ്റെ അമ്മയെ സ്നേഹം കൊണ്ട് മൂടണമെന്നും വിചാരിച്ചാൽ ഞാനിരുന്നത്. ഞാനും വരണം അങ്ങോട്ടേക്ക് പുറപ്പെടാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അത് കേൾക്കുന്നതും അമൃത പറയണേ, എൻ്റെ ഈശ്വര, മോളിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, ഇക്കാര്യം ശ്യാമ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ അവൾക്ക് ഒത്തിരി സന്തോഷമായോനെ. അവൾ ഇതുപോലെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു. അന്നേരം പറയണേ, മാഡം എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ ശ്യാമ മാഡത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. രാധിക നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയും. എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലെത്താം. ഒരു മിനിറ്റ്, ഞാൻ ശ്യാമയുടെ അരികിലേക്ക് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് അമൃത വേഗം തന്നെ ഓടി ശ്യാമയുടെ റൂമിലേക്ക് ചെല്ലുവാൻ കേട്ടോ. ഈ സമയം റൂമിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ ശ്യാമനെ വിളിച്ച് വീട് മുഴുവൻ അന്വേഷിക്കുവാൻ കേട്ടോ അമൃത. പെട്ടെന്നായിരിക്കും കാറോ പോകുന്ന ഉച്ച കേൾക്കുന്നത്. അങ്ങനെ ഓടി അമൃത പുറത്തേക്ക് ഇറങ്ങി വരുക. ശ്യാമേ ഒന്ന് നിൽക്കും, ഞാൻ പറയുന്ന കേക്ക് ശ്യാമേ, പോവല്ലേ എന്നും പറഞ്ഞ കാറിൻ്റെ പിന്നാലെ ഓടുവാൻ കേട്ടോ. എന്നാൽ ഏട്ടത്തിയുടെ വിളികളും സംസാരമൊന്നും കേൾക്കാതെ ഉറച്ച തീരുമാനത്തോടെ ശ്യാമ കാറിൽ അവിടെ നിന്നും പുറപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ അമൃത ടെൻഷനിൽ വരുണിനോട് പറയണേ,
വരുൺ, രാധിക, ശ്യാമ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കാകെയാണെങ്കിൽ വല്ലാത്ത ഭയം തോന്നുക. അമൃത മേഡം, അമ്മ എങ്ങോട്ടാണ് പോയെന്നറിയോ? എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും പറഞ്ഞതുമില്ല. അന്നേരം വരുൺ ചോദിക്കണേ, സാരമില്ല മേഡം, ടെൻഷൻ ആവാതെ, നമ്മൾ കണ്ടെത്തിയിരിക്കും. ശ്യാമ മേഡത്തിന് ഒരബദ്ധം പറ്റില്ല. രാധികക്ക് അയാളുടെ അമ്മ ഞാൻ തിരികെ കൊടുത്തിരിക്കും. ശ്യാമ മേഡം പോകാൻ സാധ്യതയുള്ള എന്തെങ്കിലും സ്ഥലത്തെക്കുറിച്ച് മേഡത്തിന് എന്തെങ്കിലും അറിയോ? അന്നേരം അമൃത പറയുന്നുണ്ട്, അത് പിന്നെ ഇന്ന് രാവിലെ കുടുംബക്ഷേത്രമുണ്ട് പോത്തങ്കോട്, അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നുവെന്നും അങ്ങോട്ടേക്ക് ചെല്ലുന്നുവെന്നും പറഞ്ഞിരുന്നുവെന്നും ഞാൻ അറിഞ്ഞിരുന്നു. ഇനി അങ്ങോട്ടേക്കാണോ പോയതെന്നറിയില്ല. ആ ക്ഷേത്രം എവിടെയാണ്? കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിയോ മാഡത്തിന്? അറിയാം. എന്നാലേ ഞാനും രാധികം അങ്ങോട്ടേക്ക് പുറപ്പെടാം. മാഡം അപ്പോഴേക്കും അവിടുത്തെ പൂജാരി ഒന്ന് വിളിച്ചിട്ട് കാര്യസത്യമാണോ എന്നും ശ്യാമ മാഡം അവിടെ എത്തുമെന്ന് ഉറപ്പാണോ എന്നും ഒന്ന് ഉറപ്പിക്കണം. ഒന്നും കൊണ്ട് പേടിക്കണ്ട, മാഡത്തിനൊന്നും പറ്റില്ല. ഒന്നുമില്ലെങ്കിലും രാധികയും ശ്യാമ മാഡമൊക്കെ ഏതു നേരം വിളിക്കുന്ന ഭഗവാനുണ്ടല്ലോ, ആ ഭഗവാൻ ഇവരുടെ കൂടിച്ചേരുകില്ലേ? നടത്താതെ ഓലെന്നടത്തോ മരുത്തുവെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ഉടനെ തന്നെ പുറപ്പെടുവാണ്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടോ. ഈ സമയം രാധികയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. അന്നേരം വരും രാധിക ആശ്വസിപ്പിക്കുന്നുണ്ട്, എടോ താൻ ടെൻഷൻ ആവാതില്ലേ, തൻ്റെ അമ്മേനെ തൻ്റെ മുമ്പിൽ ഞാൻ എത്തിച്ചിരിക്കും. ഇത് ഞാൻ നൽകി തരുന്ന വാക്കാ, താൻ വേഗം വാ. അങ്ങനെ പറഞ്ഞ് രാധികനെയും കുട്ടി വരുൺ പുറപ്പെടുവാണ്. ഇതേ സമയം അമൃതയാണെങ്കിൽ അകത്തേക്ക് ഓടിച്ചെല്ലുക. എന്നിട്ട് ഭഗവാന് മുമ്പിൽ കരഞ്ഞു പറയണേ, എൻ്റെ ഭഗവാനെ, രാധിക മോള് ശ്യാമയുടെ മുമ്പിൽ എത്തുന്നത് വരെ. ശ്യാമ എന്തു തന്നെ മനസ്സിൽ ചിന്തിച്ചാൽ പോയതെങ്കിലും അവളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും അതുവരെ വരല്ലേ. രാധിക മോളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. മോള് തന്നെ അംഗീകരിച്ചു എന്നറിഞ്ഞാൽ അതിൽ പരം പിന്നെ ശ്യാമയ്ക്ക് എന്താ വേണ്ടത്? ഭഗവാനെ, എൻ്റെ ശ്യാമക്ക് ഒരബദ്ധം വരുത്താതെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ അമൃതയും അവിടെ നിന്നും പുറപ്പെടുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിനെയും പ്രിയങ്കേനെയും കൂടി സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുവാണ്. അവരങ്ങനെ ജയിലിലെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവർക്ക് കിടക്കാനുള്ള സെല്ലിലേക്ക് അവിടുത്തെ സൂപ്രണ്ടും ഒരു പോലീസും കാര്യം കൂടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുവാണ് കേട്ടോ. അന്നേരം അതിൻ്റെ ഉള്ളിലെ മറ്റു ക്രിമിനൽസിനെയൊക്കെ കേട്ടിട്ട് സുകുമാരിയമ്മ ചോദിക്കണേ, അയ്യേ, ഇവരുടെ കൂടെയാണോ ഞങ്ങൾ കിടക്കേണ്ടത്? അതെ, ഞങ്ങൾക്ക് ഈ സെല്ലിൽ കിടക്കാൻ പറ്റില്ല മാഡം, എൻ്റെ മോളെ ഒരു സിനിമാ നടിയാണ്. അന്നേരം ആ സൂപ്രണ്ട് പറയണേ, ഓ പിന്നെ പറയുന്ന കേട്ടതൊന്നും രണ്ടും കൂടി എന്തോ വലിയ ധീര വൃത്തിയും ചെയ്തിട്ട് വന്ന് കിടക്കുവാണെന്ന്. മയക്കുമരുന്ന് കേസിലെ പ്രതികളല്ലേ രണ്ടും. ഇത് കൂടുതൽ സംസാരിച്ചുകൊണ്ടല്ലോ, രണ്ടിനും എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും, വേണമെങ്കിൽ കയറി കിടക്കടി. അങ്ങനെ പറഞ്ഞ് രണ്ടിനെയും കൂടി ആ ലോക്കപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാണ്. എന്നിട്ട് അവർ ലോക്കൊക്കെ ചെയ്ത് അവിടെ നിന്ന് പോകാൻ നേരം അവിടെയുള്ള മറ്റു പ്രതികളോട് പറയണേ, അതെ, പുതിയ രണ്ടാൾക്കാരാ, നല്ലപോലെ ഒന്ന് പരിചയപ്പെട്ടോ. അങ്ങനെ പറഞ്ഞ സൂപ്രണ്ടും പോലീസും അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം അവിടെ സെല്ലിലുണ്ടായിരുന്ന ബാക്കി 3 സ്ത്രീകളുണ്ടല്ലോ, കണ്ടാൽ നല്ല ഗുണ്ടകളെ പോലെയാണുള്ളത്. അവർ സുകുമാരിനെയും പ്രിയങ്കേനെയും ഒന്ന് വരട്ടാൻ നോക്കുന്നുണ്ട്. അന്നേരം സുകുമാരിയാണെങ്കിൽ അവരെ പഠിപ്പിക്കാൻ ചെല്ലുവാണ്. അതെ, നിനക്കൊക്കെ ഞാൻ ആരാണെന്നറിയോ? ആറ്റുവാശ്ശേരിയിലെ സുകുമാരി ഇത് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. എന്നാൽ കേട്ടോ, ഈ സുകുമാരിയുടെ മുമ്പിൽ ആണായാലും പെണ്ണായാലും ഇതുപോലെ നേരെ നിൽക്കാൻ ഒന്ന് മുട്ടുപറക്കും. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് നിൻ്റെ അഭ്യാസമൊന്നും വേണ്ട. അന്നേരം ആ സ്ത്രീ പറയണേ, ഓ, എന്നാലേ എൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊരു തല്ല് കിട്ടിയാലുണ്ടല്ലോ പിന്നെ അവൻ നിലത്ത് നിൽക്കില്ല, അത് ആണായാലും ശരി പെണ്ണായാലും ശരി. അതുകൊണ്ട് കൂടുതൽ വാചക കസർത്തുമായി വന്നാലുണ്ടല്ലോ, തള്ളേ, നിങ്ങളെ നിങ്ങളുടെ കൊച്ചുമോളെ ഉണ്ടല്ലോ അടിച്ചൊതുക്കിയൊരു മൂലക്കെടുത്ത് ഞാൻ, എന്താ അത് വേണോ? അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അയ്യോ സോറി മുത്തശ്ശി, ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നേ ഉള്ളൂ, എൻ്റെ മുത്തശ്ശി പാവമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു നിരപരാധികളാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കേസിനാണ് ഞങ്ങളിപ്പോൾ ജയിലിലായത്. അതിൻ്റെ സങ്കടത്തിലാണ് മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത്. അന്നേരം ആ സ്ത്രീ പറയണേ, എടി ഒന്നും മിണ്ടാതിരിക്കടി, നിന്നെപ്പോലെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് ജയിലിൽ കയറുന്ന സമയത്ത് പറയുന്നത്. ഞങ്ങളും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, എന്നാലും നിൻ്റെ അത്രയും വലിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല, മയക്കുമരുന്ന് കേസല്ലേ. അതെ, മര്യാദക്ക് ഒരു മൂലക്കിരിക്കാനാണെങ്കിൽ കൊള്ളാം, ഞങ്ങൾ വലിയ പ്രശ്നത്തിനൊന്നും വരില്ല. അല്ലെങ്കിൽ നിൻ്റെ മുത്തശ്ശിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്, വെറുതെ ഞങ്ങളുടെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത്. ഈ സമയം പ്രിയങ്ക മുത്തശ്ശിനെ അവിടെ പിടിച്ച് മാറ്റിയെടുത്തുക. മുത്തശ്ശി, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകല്ലേ, ഇവരുടെ കയ്യിൽ നിന്നെങ്ങാനും കിട്ടിയുണ്ടല്ലോ നമ്മൾ തീർന്നതാ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശീനെ അവിടെ പിടിച്ച് അടക്കിയിരുത്തുവാണ്. അന്നേരം ആ സ്ത്രീ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേരോട് പറയണേ, അതെ, സൂപ്രണ്ട് സാർ പറഞ്ഞത് കേട്ടില്ലേ, നല്ലപോലെ ഒന്ന് സൽക്കരിക്കണമെന്ന്, രാത്രി ആവട്ടെ 2 ശരിക്കൊന്ന് കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് അവരവിടെ ഇരിക്കുവാണ്. ഈ സമയം സുകുമാരിയും പ്രിയങ്കയും ചെറുതായിട്ടൊന്ന് ഭയന്നോടെ വരച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ തറവാട്ട് ക്ഷേത്രമാണ്. അവിടെ ശ്യാമ വരുന്നു എന്നറിഞ്ഞ് ശ്യാമയെ സ്വീകരിക്കാനായിട്ട് കുറേ വലിയ ഫ്ലെക്സുകളും പിന്നെ അവിടെ അലങ്കരിക്കുകയും അങ്ങനെ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാണ്ടോ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻറ്റും പൂജാരിയും ബാക്കി എല്ലാവരും ചേർന്നിട്ട് എല്ലാവരും ശ്യാമ വരുന്ന കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം പൂജാരിയോട് ശ്യാമ വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്ടോ പ്രസിഡൻറ്റ്. അന്നേരം പൂജാരി ചോദിക്കുന്നുണ്ട്, അല്ല മാഡം എത്താറോ എന്ന് ചോദിക്കുന്നില്ലേ? ആ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞ് അയാളെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കണേ.
മാഡം ഞാൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻറ്റാ. മാഡം എത്താറായോ? ആ ഞാൻ ദേ അടുത്തെത്തിക്കഴിഞ്ഞു. ഒരു 2-3 മിനിറ്റിലെത്തും. ശരി മാഡം, ഞങ്ങളെല്ലാവരും മാഡത്തെ കാത്തിരിക്കുവാണ്. എന്നാൽ ശരി. അതെ, എല്ലാവരും റെഡിയായി നിന്നോ, ശ്യാമമ്മയുടെ ഉടനെ എത്തും കേട്ടോ. അങ്ങനെ അവിടെ അമ്പലത്തിൽ തൊഴാൻ നിന്നവരും എല്ലാവരും ശ്യാമയെ കാണാനായിട്ട് അവിടെ ഒരുങ്ങി നിൽക്കുവാണ്. ഈ സമയം ശ്യാമയുടെ കാർ അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും ശ്യാമ ഇറങ്ങുവാണ്. ക്ഷേത്രത്തിലെ ആ ഒരു ഒരുക്കവും അലങ്കാരമൊക്കെ കണ്ടിട്ട് ശ്യാമ അത്ഭുതത്തോടെ അതെല്ലാം നോക്കുക. എന്നിട്ട് പൂജാരിയുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, ഇത്രക്കൊന്നും അലങ്കാരത്തിൻ്റെയോ ഒരുക്കത്തിൻ്റെയോ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇത് എൻ്റെ വീട് പോലെ തന്നെയല്ലേ. ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അതിനിത്രയും സ്വീകരണമൊക്കെ വേണോ? അന്നേരം പൂജാരി പറയണേ, അതൊക്കെ അങ്ങനെ തന്നെയാണ്, എന്നാലും ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം. മാഡം വരൂ. അന്നേരം ശ്യാമ പ്രസിഡന്റിനോട് ചോദിക്കണേ, അതെ പ്രസിഡന്റ്, ഞാൻ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും മറ്റുമായിട്ട് ഒരു ചെറിയ തുക ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നില്ലേ? പിന്നെ കണ്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങളിതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുമായിരുന്നു. അത്രയും വലിയൊരു തുക മാഡം തന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഈ സമയം ശ്യാമ പറയണേ, ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കർമ്മങ്ങളൊക്കെയല്ലേ വരുന്നത്, അതൊക്കെ നല്ല രീതിയിൽ നടക്കണം. പിന്നെ ഭക്തജനങ്ങൾക്ക് ഇരിക്കാനും മറ്റുമായിട്ടുള്ള ഒരു ഇരിപ്പിടം കൂടി വേണം. എല്ലാം മാഡത്തിൽ ആഗ്രഹം പോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ ചെയ്തോളാം. പിന്നീട് അങ്ങനെ ശ്യാമ നാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. അങ്ങനെ ഭഗവാന് മുമ്പിൽ തൊഴുകൈകളോടെ ശ്യാമ പ്രാർത്ഥിക്കുക, ഭഗവാനെ, ഇന്ന് ഞാൻ ഇവിടെ വന്നതിന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതം നിൻ്റെ മുമ്പിലേക്ക് അർപ്പിക്കാനായിട്ട്. എൻ്റെ ആത്മാവിനെ നീ സ്വീകരിക്കണേ. അങ്ങനെ പറഞ്ഞ് കണ്ണടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണൻ രാധികയും കൂടി കാറിലേക്ക് ആ ഒരു തറവാട് ക്ഷേത്രത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. രാധികക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. താൻ കാരണമുള്ളോ തനിക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെടാൻ പോകുന്നത്, തൻ്റെ വാക്കുകൾ കാരണം അമ്മ ഇങ്ങനെ തകർന്നു പോയത് എന്നൊക്കെ പറഞ്ഞ് രാധിക സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം അമൃതയും കാറിൽ അങ്ങോട്ടേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഫോണിൽ രാധികനെ വിളിക്കുന്നുണ്ട്. ഈ സമയം രാധികയാണെങ്കിൽ സ്വയം ശപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഓരോന്നൊക്കെ പറയുവാണ്. അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് അമൃത രാധികനെ ആശ്വസിപ്പിക്കണേ, മോളെ വിഷമിക്കാതിരിക്കും. ശ്യാമ ഈ ജന്മം മുഴുവൻ കാത്തിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ശ്യാമയെ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും, എനിക്കത് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് രാധികയ്ക്ക് ധൈര്യമൊക്കെ കൊടുക്കുവാണ്. പിന്നീട് ക്ഷേത്രത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാട്ടൊക്കെ പാടിയതിനു ശേഷം ശ്യാമ തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന വിഷക്കുപ്പിയുണ്ടല്ലോ, അതിലൊരു ഗുളിക കയ്യിലെടുത്ത് പിടിച്ച് നിൽക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. ഇതേസമയം വരുണൻ രാധികയും കൂടി ആ ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ ഡോർ തുറന്ന് ഓടി ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്ന രാധികനെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താകും സംഭവിക്കാമെന്നറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്